ഹലോ, ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നൈറ്റ് എന്താണ് ചിന്തിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 7, 4, 17, 8, 6, 7, 3, 16, 7. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ബ്ലോക്ക് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് കണ്ട ദിവസമോ മാസമോ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ കുറ്റബോധം അവരുടെ മനസ്സിൽ തോന്നുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആ ചെയ്തു പോയ തെറ്റ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, അവരെ മാനസികമായി തകർക്കുന്നതായി കാണുന്നു. നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ തകർക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അവർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം നേരെയായി വരുമെന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർ ചില പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളെക്കുറിച്ച് അവർ നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത്. സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നല്ല ഒരു വ്യക്തിയായെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പക്വതയും അല്ലെങ്കിൽ മെച്യൂറായി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയെന്നും അവർ ചിന്തിക്കുന്നു. നിങ്ങളെ ഒരു സ്റ്റാറിനെ പോലെയാണ് അവരിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് വിജയം വന്നിരിക്കുന്നു എന്നും, നിങ്ങളിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നു, നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതവും അതുപോലെ ശോഭിക്കുമെന്നും, അല്ലെങ്കിൽ അത്രത്തോളം സന്തോഷം ഉണ്ടാകുമെന്നും അവർ ചിന്തിക്കുന്നു. ചാരിയറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നന്മയും തിന്മയും എല്ലാം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ എവിടെയാണ്, എന്താണ് എന്നുള്ള ഇൻഫർമേഷൻ അവർ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സാഹസികമായ കാര്യങ്ങളിലേക്ക് കടന്ന് നിങ്ങളിലേക്ക് എത്താൻ അവർ തീരുമാനിക്കുന്നുണ്ട്. ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും നിങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്നവർ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് അവർ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. ഓക്കെ, ചില പ്ലാനുകൾ അവർ ചെയ്യുന്നു. ഇതുവരെയും തേർഡ് പാർട്ടി പറഞ്ഞ കാര്യങ്ങളിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചെവിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. അവരുടെ എങ്ങനെ എത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായ ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷൻ്റെ മധ്യത്ത് ഒരു ടവർ കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം. കുറേ നാളായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു കോണ്ടാക്റ്റിലും ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ അതെല്ലാം മാറി വീണ്ടും നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണമെന്നും, നിങ്ങളെ വന്ന് നേരിട്ട് കാണണമെന്നും ഒക്കെ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നൈറ്റിൽ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഒഴിഞ്ഞു വരുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആകാം, ലവ് തേർഡ് പാർട്ടി ആകാം, ഓക്കെ, രണ്ടുമാകാം. ഓക്കെ, ഫ്രണ്ട്സ് ആകാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് എൻ്റെ വ്യൂസിലേക്ക് കടന്നു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് കടന്നു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് കടന്നു വരുമോ?
തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരുന്നതാണ്. ഇവിടെ 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നു. 7 ഓഫ് കപ്പ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇലൂഷനിലായിരുന്നു, ഒരു നെഗറ്റീവ് എനർജിയുടെ ഇലൂഷനിലായിരുന്നു. ചില വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് എനർജിയിൽ നിലനിർത്തിക്കൊണ്ട് മറ്റ് ചില കാര്യങ്ങളിലേക്ക് മജീഷ്യൻ കൂടി വന്നിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ നിന്നും, കാരണം സന്തോഷത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറ്റിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ചില ബ്ലാക്ക് മാജിക്കുകൾ അല്ലെങ്കിൽ ചില മജീഷ്യൻ ഇവിടെ കാണാം. ചില മജീഷ്യൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ പേഴ്സണെ ഇലൂഷനിലാക്കി ഒരുപാട് സ്വപ്നങ്ങൾ മുന്നിൽ ഒരുപാട് കാര്യങ്ങളെ കാണിച്ചു, മായയായിട്ടുള്ള ചില കാര്യങ്ങളെ കാണിച്ച് ഇത് നിനക്ക് തരാം, ഇത് നിനക്ക് തരാം, അവിടെ നിന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ ഇത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ പേഴ്സണെ ഭ്രമത്തിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ മാറ്റിയാണ് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവികമായിട്ടുള്ള ഒരു കപ്പിനെ കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അതിലേക്ക് ശ്രദ്ധിക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരികയും നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ കൊടുത്ത സാമ്പത്തികം ഒക്കെ അവർക്ക് അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയും നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തെറ്റായിട്ടാണ് അല്ലെങ്കിൽ അതൊരു മാജിക് ആയിരുന്നു, തേർഡ് പാർട്ടി അവരെ കൊണ്ടുപോയത് ഒരു മാജിക്കിലൂടെ ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരു വാളായിരുന്നു, ആ വാള് വളരെ അലങ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് വാളായിരുന്നു എന്ന്. അതിന് മുന്നിൽ ഒരുപാട് അലങ്കരിച്ചു കൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് കൊണ്ടുപോയതായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. വീണ്ടും ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് കുടുംബത്തിലേക്ക് തിരിച്ച് വരണമെന്നും ക്ലാരിറ്റി അവർക്ക് വേണമെന്നും തൻ്റെ കുടുംബത്തെ തിരിച്ച് വേണമെന്നും അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് തിരികെ വേണമെന്നും അവർ ചിന്തിക്കുന്നു. ഒരു ഗ്രോത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നു. ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില ധൈര്യം അവർക്ക് ലഭിക്കുന്നു. തേർഡ് പാർട്ടി ഒരു പക്ഷേ അവരെ ഒരുപാട് കുറ്റം വിധിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അവർ ചെയ്തത് ഒരു വിഡ്ഢിയെപ്പോലെയുള്ള ഒരു തീരുമാനമാണ് എടുത്തത് എന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സ്നേഹവും കെയറിങ് കൊടുത്തിരുന്നു. എന്നാൽ തന്നെ അനുസരിക്കാത്തതും അല്ലെങ്കിൽ തനിക്ക് നേരെ വാളോങ്ങുന്നതുമായിട്ടുള്ള ചില വ്യക്തികളുമായിട്ടാണ് ഇപ്പോൾ ജീവിതം തുടങ്ങിയിരിക്കുന്നതെന്ന് ഒരു തിരിച്ചറിവ് വന്നതോടുകൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് ഒരു പക്ഷേ അവരുടെ പേരൻസ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാരെങ്കിലും ആയിരിക്കാം. തേർഡ് പാർട്ടി അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചില കാര്യങ്ങളെ അവർ ഉപേക്ഷിച്ചു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കൊരു ബോധം വരികയാണ്, ഒരു ബോധോദയം വരികയാണ്. ഇതുവരെ ചെയ്തിരുന്നതെല്ലാം തെറ്റായിരുന്നു എന്നും ആ ഒരു ബ്ലാക്ക് എനർജിയുടെ ശക്തി കുറഞ്ഞതോടുകൂടി നിങ്ങളുടെ പേഴ്സണ് ബോധം തിരിച്ചു വരികയും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നു. ചില മന്ത്രതന്ത്രങ്ങൾ കൊണ്ടാണ് അവരെ തേർഡ് പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ കാരണമാക്കിയതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ അവർ ഹാങ്ഡ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ പേരൻസ് ആയിരിക്കാം, ചില വ്യക്തികളെ പോയി കണ്ട് അവിടെ നിന്നും ചില മാജിക്കായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും രണ്ട് ദിശയിലേക്ക് മാറ്റിയതെന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്. 6 ഓഫ് വാണ്ടിൻ്റെ എനർജി നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കെയർ, സ്നേഹം എല്ലാം അവർക്കിപ്പോൾ മിസ് ചെയ്യുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഓക്കെ, തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. യൂണിവേഴ്സ് ഇന്നത്തെ ഈ എനർജിയുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ തരുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാം. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക്
നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ്. 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ പറ്റിക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നിൽ നിന്ന് അകന്നു പോയതിന് ശേഷം ഞാൻ നിന്നെ ശരിക്കും സ്നേഹിക്കുകയായിരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. പറ്റിക്കാനായിട്ട് ജീവിതത്തിലേക്ക് കടന്ന ആൾ ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാർഡുകാർ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് അവർ വെയിറ്റിങ്ങിലാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു ബെറ്റർ ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് തരണമെന്നും ഇതുവരെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട് ജീവിതം ഇനി നല്ല രീതിയിൽ, ഇനി ഒരിക്കൽ കൂടി ഒരു ചാൻസ് ലഭിക്കുകയാണെങ്കിൽ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബെറ്ററാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഇനി ഏറ്റവും നല്ലൊരു അബണ്ടൻസ് വേണമെന്നും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് ലഭിക്കുമെന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സാമ്പത്തിക അനുഗ്രഹം വന്നു ചേരുകയുള്ളൂ എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അവർ കടന്നു വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് കടന്നു വരും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു.